ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എൻ്റെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ കഴിഞ്ഞ ദിവസം കണ്ടു, കർത്താവ് നമ്മുടെ ജീവിതത്തെ അറിയുന്നു. നമ്മുടെ ജീവിതത്തെ കർത്താവ് അറിയുന്നു എന്ന് പറയുമ്പോൾ നാം അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മെ അറിയുന്നു. രണ്ടാമതായിട്ട് നാം കണ്ടത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ അറിയുന്നു. മൂന്നാമതായിട്ട് നാം കണ്ടു, നാം ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ അറിയുന്നു. ഈ മൂന്നവസ്ഥയിലും നമ്മുടെ ജീവിതത്തെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആരാണ് നമ്മുടെ ഈ കർത്താവ് എന്നുള്ളതും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായിരുന്നു. അവൻ നമ്മുടെ ജീവിതത്തെ മാത്രമല്ല, ഇന്ന് അവൻ നമ്മുടെ വഴികളെ അറിയുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വാക്യങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാൽ ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 2-8 വാക്യം. അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. ദൈവമക്കളായ നാം നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് പുതിയ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തി ആത്മനിറവിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നാം അറിയാത്ത വഴിയിൽ കൂടി സഞ്ചരിക്കേണ്ടി വന്നാലും അവൻ നമ്മുടെ വഴിയെ സൂക്ഷിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വഴി ഏതാണെന്ന് നമുക്കറിയത്തില്ല, നാളെ എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നാം പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും നാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവ ഇഷ്ടപ്രകാരം ആത്മാവിൻ്റെ നിയന്ത്രണത്തിനാണ് നാം ജീവിക്കുന്നതെങ്കിൽ, പ്രിയ സഹോദരിമാരെ, നമുക്കോ നമ്മുടെ മക്കൾക്കോ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. നാം ഇന്ന് വായിച്ചതുപോലെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടെ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. അതെ, നമുക്കൊക്കെ അറിയാം, ഈ ഊബറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഊബറിൽ നമ്മൾ ഒരു മീൻസ് നമുക്ക് വഴി അറിയുന്ന പല സിസ്റ്റംസ് നമുക്ക് നെറ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കും. വഴി ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ അവർ ആ പ്ലാൻ അനുസരിച്ച് പോകുമ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ വടക്കോട്ട് തിരിയുക, വലത്തോട്ട് തിരിയുക, നേരെ പോകുക എന്നൊക്കെ ഇങ്ങനെ അത് വഴി അവർക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ വണ്ടികളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വഴി അവർ ഈ വണ്ടി ഓടിക്കുന്നവർ അതിൽ സഞ്ചരിക്കുന്നവരെ അറിയത്തില്ല, അവരെവിടെ പോകുന്നവരെന്ന് അറിയത്തില്ല. എന്നാൽ അവർ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കഴിയുമ്പോൾ ആ ഡെസ്റ്റിനേഷൻ്റെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്പ് പറഞ്ഞു തരും, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, നേരെ പോ, അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നൊക്കെ പറയും. എന്നാൽ അതുപോലും പലപ്പോഴും ആ ആപ്പ് ഉപയോഗിച്ച് പോകുന്നവർക്ക് പോലും ചിലപ്പോൾ വഴി തെറ്റിപ്പോകും. അത് കഴിഞ്ഞ് വട്ടം കറങ്ങി അങ്ങനെ നടക്കുവാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മൾ ആദ്യം കണ്ടതുപോലെ സർവശക്തനായ ദൈവമാണ്, സർവ്വവല്ലഭനായ ദൈവമാണ്, സർവ്വജ്ഞാനിയാണ്, എല്ലാം അറിയുന്ന കർത്താവാണ്. ആ കർത്താവ് നാം സഞ്ചരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ വഴി ഇതാകുന്നു, വഴി ഇതിൽ കൂടെ നടന്നുകൊള്ളുവീൻ എന്നുള്ള വഴി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ നമ്മുടെ ഗമനത്തെ നിയന്ത്രിക്കുന്നുവെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ വഴി അറിയാവുന്ന യഹോവയിൽ നമുക്ക് ആശ്രയിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം, അവനത് നിർവഹിക്കും. നമുക്ക് സങ്കീർത്തനം 37-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം വായിക്കാം. 37-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നിൻ്റെ വഴിയൊക്കെയും യഹോവയിൽ ഭരമേൽപ്പിക്കുക, യഹോവയിൽ നിൻ്റെ വഴി ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, യഹോവയിൽ നമ്മുടെ വഴിയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് നിറവേൽക്കും. അവനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ നിർവഹിക്കും എന്നാണ് നാം കാണുന്നത്. അതുപോലെ നമുക്ക് ഒരു വേദഭാഗവും കൂടെ വായിക്കാം. സങ്കീർത്തന പുസ്തകം 139 സങ്കീർത്തനം 139 1 മുതലുള്ള വാക്യത്തിൽ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു.
എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ നാം ഇരിക്കുന്നത്, നാം കിടക്കുന്നത്, നമ്മൾ എഴുന്നേൽക്കുന്നത്, നാം നടക്കുന്നത്, ഇതെല്ലാം കർത്താവ് അറിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ഓർക്കും, നാളെ എന്താണ് എൻ്റെ ജീവിതം, എങ്ങനെ ഇരിക്കും എൻ്റെ ജീവിതം. എന്നാൽ നാം കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാം മരിക്കുന്നത് വരെ, നമ്മുടെ ജീവിതം കർത്താവിൽ ആയിത്തീരുന്നത് വരെ, നിത്യതയിൽ നാം എത്തുന്നത് വരെ നമ്മെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അവനിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും ഇടത്തോട്ടോ വലത്തോട്ടോ എന്നുള്ള അത് ആ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു തന്നിട്ട് നമ്മളെ ഓരോ ദിവസവും നടത്തുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ നാം ഇരിക്കുന്നത്, നാം കിടക്കുന്നത്, നാം ചരിക്കുന്നത്, മാത്രമല്ല നാം സംസാരിക്കുന്നത്, നീ അറിയാത്ത ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല. ആ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളെല്ലാം കർത്താവ് അറിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെ, പുഴുവായ എന്നെ, പാപിയായ എന്നെ അതിക്രമങ്ങളും പാപത്തിലും ജീവിച്ചോളാ എന്നെ കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരമായിട്ട് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതെ, നമ്മുടെ ഒരു പ്രവൃത്തിയോ നമ്മുടെ ഒരു നന്മയോ ഇല്ലാതെ കർത്താവ് നമ്മളെ മക്കളാക്കി കഴിഞ്ഞപ്പോൾ നമ്മെ മുറ്റുമായിട്ട് അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ വഴി, നമ്മൾ നടക്കുന്നത്, നമ്മൾ ചരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, ഇതെല്ലാം കർത്താവ് അറിയുന്നു. കർത്താവ് അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അതിൻ്റെ 119 സങ്കീർത്തനത്തിൽ 28 വാക്യത്തിൽ കാണുന്ന, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അതെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സംസാരം അറിയുന്ന, നമ്മുടെ ചിന്ത അറിയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെ അറിയുന്ന, നിലവുകളെ അറിയുന്ന കർത്താവാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ സൂക്ഷ്മതയോടുകൂടി ഈ ലോകം ജീവിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മെ മുഴുവനായിട്ട് അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന കർത്താവ്, നമ്മുടെ ചിന്തകളെ അറിയുന്ന കർത്താവിൻ്റെ കൈകളിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്കും ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എങ്ങനെ ശാശ്വത മാർഗത്തിൽ നടക്കുവാനായിട്ട് സാധിക്കും? നമുക്ക് 1 പത്രോസിൽ 2 വാക്യത്തിൽ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ. നമ്മൾ കാണുന്ന പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അകൃത്യങ്ങളും നീക്കിക്കളഞ്ഞ് സകല ദുഷ്ടതയും ചതുവും ദ്രവ്യാഗ്രഹവും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാം നീക്കിക്കളഞ്ഞ് നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ, കർത്താവിൻ്റെ ആ വചനം കൊണ്ട് നമ്മളെ കഴുകിക്കളയുമ്പോൾ നമ്മൾക്ക് കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ അറിയുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാം അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ വിശുദ്ധരാക്കി നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് പ്രാപ്തരാക്കി തീർക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പ്രിയ സഹോദരിമാരെ, നമുക്കും ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ ദിനം പ്രതി നടത്തണമേ. ഇങ്ങനെ നടത്തപ്പെടുമ്പോൾ നമുക്ക് പിന്നെ ഭയപ്പെടുവാനില്ല. നമുക്ക് ഒരു വേദഭാഗവും കൂടെ വായിക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം 13-12 വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. പുറപ്പാട് 13 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നാം പുറപ്പാട് 13-12 വാക്യത്തിൽ നാം കാണുന്നത്,
21 വാക്യത്തിൽ നാം കാണുന്നത്, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. അതേ, കർത്താവ് അവരെ നടത്തിയപ്പോൾ കർത്താവ് മുമ്പിലാണ് നടത്തിയത്. വഴി ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടന്ന എല്ലാ പാതകളിലും കർത്താവ് അവർക്ക് മുമ്പായിട്ട് നടന്നു. പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിസ്തംഭത്താലും അവരെ കർത്താവ് വഴി നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ കർത്താവ് അവരോട് കൂടെ നടന്നാണ് അവരെ വഴി നടത്തിയത്. കർത്താവ് നമ്മളോട് കൂടെ നടക്കുന്നു. മുമ്പും പിമ്പും നമ്മളെ അപകടങ്ങൾ വന്നാൽ അത് മാറ്റിക്കളഞ്ഞിട്ട്, മുമ്പും പിമ്പും നമ്മളെ അടച്ചിട്ട്, കർത്താവ് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇതാകുന്നു വഴി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നമ്മളെ വഴി കാണിച്ച് നടത്തുന്ന കർത്താവാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്. വഴി കാണിച്ചു തരുന്ന കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. അവൻ നമ്മുടെ വഴികളെ അറിയുന്നു. നാം ഈ സഞ്ചരിക്കുന്ന ഈ പാതയിൽ കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും പാത അവൻ അറിയാതെയല്ല കേട്ടോ. അവൻ നമ്മുടെ വഴികളെ അറിയുന്നു. നമ്മുടെ എല്ലാ വഴികളും, നാം സഞ്ചരിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്കും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ വാക്കുകൾ മാത്രമല്ല പ്രിയ സഹോദരിമാരെ, നമ്മുടെ നിലവുകളെ അറിയുന്ന കർത്താവാണ്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ അറിയുന്ന കർത്താവാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി, കർത്താവെ, വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് നമുക്കെന്ന് ആഗ്രഹിക്കാം. ഒരു ധനികനായ വ്യാപാരി കച്ചവടം കഴിഞ്ഞ് ഒരു വനത്തിൽ കൂടെ പോവുകയായിരുന്നു. കൊള്ളക്കാരുള്ള ഒരു വനമാണ്, ദുഷ്ടജീവികളുള്ള ഒരു വനമാണ്. എന്നാൽ അവൻ്റെ വഴി ദൈവത്തിൽ സമർപ്പിച്ചു. കാരണം അവനൊരു ദൈവമകനായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ മുമ്പോട്ട് പോവുകയാണ്. അതിനുശേഷം രാത്രിയാകാറായി. അപ്പോൾ അവൻ ബൈബിൾ എടുത്ത് അവൻ വായിച്ചത്, അവന് കിട്ടിയത് വേദഭാഗമാണ് നാം വായിച്ചത്. നമ്മൾ നേരത്തെ വായിച്ചത്, രാത്രി ഉറക്കം തൂങ്ങാതെ എന്നെ കാക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ ജീവിക്കുന്നു എന്നുള്ള വാക്യം അവൻ രാത്രി ഉറങ്ങിയോ പകൽ ഉറങ്ങിയോ ചെയ്യാതെ എന്നെ പരിപാലിക്കുന്ന കർത്താവ് ജീവിക്കുന്നു എന്നുള്ള വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളൊക്കെ അവൻ വായിച്ചു. അവൻ വിചാരിച്ചു, കർത്താവ് ഉറങ്ങുന്നില്ല, അപ്പോൾ എനിക്ക് ഉറങ്ങാമല്ലോ എന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ അവൻ ഉറങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവൻ നോക്കിയപ്പോൾ അവന് കുറച്ച് അവൻ കുളമ്പടികളുടെ ശബ്ദം കേട്ടു. സന്ധ്യയായി തുടങ്ങിയേ ഉള്ളൂ, കുളമ്പടികളുടെ ശബ്ദം കേട്ടു. അവന് മനസ്സിലായി കൊള്ളക്കാരാണ്, കവർച്ചക്കാരാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ്റെ മുമ്പ് വഴി കാണിച്ചു കൊടുക്കുന്ന കർത്താവ് അവൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. അവനൊരു ഗുഹ കണ്ടു. അവൻ ആ ഗുഹയിൽ അകത്ത് കയറി. അനേക ഗുഹകൾ അവിടെയുണ്ട്. ആ ഗുഹകളുടെ ഒരു ഗുഹയുടെ അകത്ത് അവൻ കയറി. അപ്പോൾ അവൻ അവിടെ ഇരിക്കുകയാണ്. അവർക്ക് വരാം, ഏതു സമയത്തും ആ ഗുഹയുടെ അകത്തേക്ക് അവർക്ക് വരാം. അവൻ്റെ കയ്യിൽ പണമുണ്ട്, അതല്ല അവൻ്റെ ജീവനും അപായമാണ്. എന്നാൽ അവൻ കേട്ടു, അടുത്ത ഗുഹയിൽ കൊള്ളക്കാർ കയറി. അടുത്ത് ചുറ്റുപാടുമുള്ള ഗുഹകളുണ്ട്. ആ ഗുഹയുടെ എല്ലാ ഗുഹകളിലും ആ കള്ളന്മാർ കയറി. അപ്പോൾ അവൻ ഓർത്തു, അടുത്തത് എൻ്റെ ഗുഹയിലായിരിക്കാം, എൻ്റെ മരണം അടുത്തിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ വഴി അവനെ അറിയുന്ന ആ കർത്താവിൽ പൂർണ്ണമായിട്ട് അവൻ സമർപ്പിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വേറൊരു വാക്യവും കൂടെ വന്നു. അത് ഒന്നിയോഹന്നാൻ അവന് ഈ വാക്യം കാണാതെ പഠിക്കുന്നതിൻ്റെ ഗുണം അതാണ്. ദൈവമക്കൾ വാക്യം കാണാതെ പഠിക്കണം, വേദപുസ്തകം വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അതുപോലെ തന്നെ മനഃപ്പാഠമാക്കണം. അപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പോൾ അവൻ്റെ സകല ചിന്താകുലം അവൻ കർത്താവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് അവൻ സമാധാനത്തോടെ ആ ഗുഹയിലിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുളമ്പടിയുടെ ശബ്ദം എല്ലാം നിലച്ചു. കുളമ്പടിയുടെ ശബ്ദം ദൂരെ പോയി. അപ്പോൾ അവൻ വിചാരിച്ചു, ഇനി എനിക്ക് പുറത്തിറങ്ങാം എന്നവൻ വിചാരിച്ചു. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവനൊരു കാഴ്ച കണ്ടു കേട്ടോ.
അവൻ അവനൊരു കാഴ്ച കണ്ടു. ഈ ആ ഗുഹയുടെ വാതിക്കൽ ഒരു ചെലന്തി വല വച്ചിരിക്കുകയാണ്. അപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഈ കള്ളന്മാർ ഈ ചെലന്തിയെ ഇവൻ ഈ ഗുഹയിൽ കയറിയ ഉടനെ കർത്താവ് ചെലന്തിയോട് കൽപ്പിച്ചു അതിൻ്റെ ഗുഹയുടെ വാതിക്കൽ ഒരു വല കെട്ടുവാനായിട്ട്. ഈ കള്ളന്മാർ വന്നു. അവർക്കറിയാലോ, അവർക്ക് മനസ്സിലായി, കൊള്ളക്കാർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും കയറിയിരുന്നെങ്കിൽ വല പൊട്ടിയേനെ. നേരത്തെയുള്ള വലയാണോ ഇപ്പോൾ വലിച്ചാണോ എന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഈ ഗുഹയ്ക്കകത്ത് ഏതായാലും ആരുമില്ല, കാരണം ചിലന്തി വല പൊട്ടാതെ അനങ്ങാതെ നല്ല ഭംഗിയായിട്ട് അവിടെ ഉണ്ട്. അതേ സഹോദരിമാരെ, നമ്മുടെ കർത്താവ് ഈ പ്രപഞ്ചങ്ങളെ കൺട്രോൾ ചെയ്യുന്നവനാണ്. അവൻ വെള്ളത്തോട് സമുദ്രത്തോട് കൽപ്പിച്ചു, സമുദ്രം ശാന്തമായി. കാറ്റിനോട് സംസാരിച്ചു, കാറ്റും കോളും മഴയും അവൻ പറയുന്നത് അനുസരിക്കുന്നതാണ്. മാത്രമല്ല ഒരു ചെലന്തി പോലും അവൻ പറയുന്ന അനുസരിക്കുന്നതാണ്. കഴുത അവൻ പറഞ്ഞനുസരിച്ചു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. തിമിംഗലം അവൻ പറഞ്ഞത് അനുസരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളും ഇതൊരു സൃഷ്ടാവായ കർത്താവ് പറയുന്നത് അവൻ അനുസരിക്കുന്നതാണ്. അപ്പോൾ നാം എത്ര ഭാഗ്യപരമാണ്, നമ്മുടെ ജീവിതം എത്ര സുരക്ഷിതത്വമാണ്. നാളെക്കുറിച്ച് ചിന്തിച്ച് നാം വ്യാകുലരായിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ദ്രവ്യാഗ്രഹവും മറ്റുള്ള സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നാം നമ്മളെ തന്നെ സമാധാനമില്ലാത്തവരാക്കേണ്ട ആവശ്യമുണ്ടോ സഹോദരിമാരെ? ഒട്ടുമില്ല. നമ്മളെ മുഴുവനായിട്ട് അറിയുന്ന കർത്താവ് സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തിൻ്റെ കൈകളാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന് മനസ്സിലായി കർത്താവ് ഒരു ചിലന്തിയോട് കൽപ്പിച്ച് വല കെട്ടി എന്നെ സൂക്ഷിച്ചു എന്നുള്ളത്. അതെ, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വീട്ടിലെത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മെ അറിയുന്ന കർത്താവ്, നമ്മുടെ വഴികളെ അറിയുന്ന കർത്താവ്, നമുക്ക് മുമ്പും പിമ്പും നടന്ന് ഇതാകുന്ന വഴി, ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഇതാകുന്ന വഴി, ഇതിൽ കൂടെ കടന്നുകൊള്ളുവിൻ എന്ന് പറയുന്ന കർത്താവ്. മാത്രമല്ല, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നാം കിടക്കുന്നതും നാം ഉറങ്ങുന്നതും ഉറങ്ങാതിരിക്കുന്നതും നാം വ്യാകുലപ്പെടുന്നതും നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതിന് ആവശ്യമുള്ളതും നമുക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യവും നാം കിടക്കുന്ന കാര്യങ്ങളും കിടക്കേണ്ട വീടിനെക്കുറിച്ചും എല്ലാം അതറിയുന്ന കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ചിന്താകുലമില്ലാത്തവരായിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും ആനന്ദത്തോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.